ഹലോ, അപ്പം നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് നമ്മുടെ വീട് ഷിഫ്റ്റിംഗ് ആണ്. ഇനി പുതിയ വീട് എങ്ങോട്ടാണ്, പുതിയ വീട് വാങ്ങിച്ചോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ വീടാണ്. ഇതിലൊരു സർപ്രൈസ്, ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയോ എന്നറിയത്തില്ല. നമുക്ക് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പാലുകാച്ചിൻ്റെ വീഡിയോ ഇട്ടു, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ പഴയ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിന്റെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അകത്തോട്ട് പോകാം. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു വീട്ടിൽ എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് എന്തിനാണ് പോയത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒരു മറുപടി എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇടും. നമ്മൾ ചെറുതായിട്ടൊരു പാല് കാച്ചൽ നടത്തി, അതിന്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചത്. എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ഒരു ചെറിയൊരു റിനോവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് അങ്ങോട്ട് മാറിയത്. പക്ഷെ ഈ വീട് തിരിച്ച് നമുക്ക് കിട്ടുമെന്നോ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് 5 മാസമായി നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് ബാക്ക് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. അതായത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പം ഈ ഒരു സന്തോഷം, നമുക്ക് എന്ത് സന്തോഷമാണെങ്കിലും നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കുമല്ലോ. സോ നമുക്ക് ഫാമിലി ആയിട്ട് ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കേക്ക് കട്ടിങ്ങിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോവാം. ഓക്കെ, കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എന്നാൽ ആ കേക്കിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് എന്തായാലും ഈ വീഡിയോയിൽ പറയണം കേട്ടോ. വേറൊന്നുമല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസിംഗ് കമ്പനികളൊന്നായ പാരിസൺ ഗ്രൂപ്പിന്റെ ബ്രാൻഡാണ് അതിഥി മാർവൽ. സോ ഈ അതിഥി മാർവൽ ഇത്തവണ നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്പെഷ്യൽ ആയിട്ട് അവരുടെ സൂപ്പർ പ്രീമിയം പ്ലം കേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഫസ്റ്റ് ടൈമാണ് അവരിങ്ങനെ ഒരു കേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അതും 2024 ക്രിസ്മസ് സ്പെഷ്യൽ എഡീഷൻ ആണ്. അപ്പൊ ഇവർ കുറെ പുഡിംഗ് കേക്ക്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിരവധി വ്യത്യസ്തമാർന്ന ടേസ്റ്റി കേക്കുകൾ വിപണിയിൽ എത്തിച്ച അതിഥി മാർവൽ ബ്രാൻഡ്സ് ഇത്തവണ ക്രിസ്മസ് സമ്മാനമായി നമുക്ക് ഒരുപാട് രുചിയേറും പ്ലം കേക്കുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി പുഡിംഗ് കേക്ക്സുകൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നോ, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റെഡ് വെൽവെറ്റ് പുഡിംഗ് കേക്ക്, ക്യാരറ്റ് പുഡിംഗ് കേക്ക്, ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് കേക്ക്, അതേപോലെ തന്നെ ബനാന പുഡിംഗ് കേക്ക് ആൻഡ് ഡേറ്റ്സ് പുഡിംഗ് കേക്ക്. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഇപ്പൊ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കേരളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളും ഒക്കെ നമ്മുടെ അതിഥി മാർവലിന്റെ കേക്കുകൾ അവൈലബിൾ ആണേ. അപ്പോൾ നമ്മളുടെ പുതിയ വീട്ടിലെ സന്തോഷത്തിനായിട്ടും ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞുകൊണ്ടും നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത് അതിഥി മാർവൽസിനാണ്. ഈ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് അവരുടെ കേക്കുകൾ വിപണിയിൽ എത്തിച്ചത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ ആ കേക്കിന്റെ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ കേക്ക്. പുതിയ വീട്ടിൽ ഇത്രയും കേക്ക്, അതെ, പുതിയ വീട്ടിൽ ഇത്രയും കേക്ക് ആദ്യമായിട്ടാണേ. ഓക്കെ, ആദ്യം മുതിർന്നവർ എന്ന രീതിയിൽ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. ഫുൾ നട്ട്സും പിന്നെ എന്താ പറയാ, അടിപൊളി. നമ്മുടെ ബ്രദറുണ്ട്, ബ്രദറിനോട് കൊടുക്കട്ടെ. ഇതിനോട് എപ്പോൾ കഴിച്ചു ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഇതിലൊരു കേക്ക് കൂടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാം. ഏത് വേണം? ക്യാരറ്റ് തന്നെയാണോ? ക്യാരറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കുറെ ഡേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനകത്തും ഉണ്ട്. നേരെ വെക്കേത് ഇത്രയും കേക്ക് ഇനിയുണ്ട്. ഇതാ പ്ലം കേക്ക്. ഇത് സൂപ്പർ പ്ലം കേക്കാണ് അവരുടെ. ഇത് നമ്മുടെ അടുത്തുള്ള എല്ലാ സ്റ്റോഴ്സിലും കിട്ടും കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയും കേക്കുകൾ ഞങ്ങൾ കഴിക്കുന്നത്. എല്ലാവർക്കും കൊടുക്കണം. ഇതൊക്കെ നമ്മള് ഫ്രണ്ട്സിന് കൊടുക്കും. കാരണം എല്ലാം കൂടെ നമ്മൾ കഴിച്ചു തീർക്കത്തില്ലല്ലോ. 3 എനിക്ക് വേണം. ഞാൻ അറിയിക്കട്ടെ. അടിപൊളി. ക്യാരറ്റിന്റെ എല്ലാ ഫ്ലേവറും വന്നിട്ടുണ്ട്. അടിപൊളി, നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഓടിക്കുന്നത് പ്ലം കേക്കാണ്. ഫസ്റ്റ് ടൈമാണ് അതിഥി മാർവൽസ് അവരുടെ ഒരു പ്ലം കേക്ക് നമുക്ക് ലോഞ്ച് ചെയ്യുന്നത്. 2024 ആദ്യമായിട്ടാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. കാരണം നമ്മൾ കുറെ ബ്രാൻഡ്സിന്റെ പല കേക്കുകളും കഴിച്ചിട്ടുണ്ടാവും. പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് നമുക്ക് അതിഥി മാർവൽസിന്റെ ഈ ഒരു പ്ലം കേക്ക്. ഈ കേക്ക് നിർമ്മിക്കാനുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസ് പാരിസൺ ഗ്രൂപ്പിന്റെ കമ്പനിയിൽ തന്നെ നിർമ്മിക്കുന്നത് കൊണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി കേക്കുകളാണ് ഇത്തവണ നമ്മുടെ വിപണിയിൽ അതിഥി മാർവൽ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ എന്റെ ബ്രദർ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ വീടൊന്നും ഒതുക്കിയിട്ടില്ല, ഒതുക്കി വരുന്നതേ ഉള്ളൂ. ആൻഡ് നമ്മൾ ഈ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പൂജാമുറി ആണെങ്കിലും ഹോളിന്റെ ഡിസൈൻ ആണെങ്കിലും എല്ലാം അമ്മ
അതെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഇവിടെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കിച്ചണൊന്നും നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. ഞാൻ പുതിയ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മാട്രസ് ഒക്കെ വാങ്ങിച്ചിട്ട് വെച്ചേക്കാണ്. അതൊന്നും പൊട്ടിച്ചിട്ടില്ല. പിന്നെ മുകളിലും കുറേ ചേഞ്ചസ് ഉണ്ട്. ആൻഡ് ഈ വീട്ടിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഈവനിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴാണെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നമ്മൾ വേണം കുറച്ചും കൂടെ അടിപൊളിയാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണം. ആൻഡ് അല്ലാണ്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങളും കർട്ടൻസ് ആണെങ്കിലും 1-2 കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അതെല്ലാം പർച്ചേസ് ചെയ്യണം. ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ കിട്ടിയിട്ടില്ല. അതനുസരിച്ചിട്ട് വേണം എല്ലാ പർച്ചേസിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കാൻ. ആൻഡ് ഇന്ന് നമ്മുടെ ഈ വീട്ടിൽ 2 ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊരു 3-4 മണിയാകുമ്പോഴത്തേക്കൊക്കെ വരുമെന്ന്, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അമ്മ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വന്നിരിക്കുകയാണ്, കേക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആരും നെഗറ്റീവായിട്ട് ഒന്നും കാണണ്ട. ഞാനിട്ട ഡ്രസ്സ് അങ്ങനെ കൊടുക്കാനായിട്ട് അതിന് വലിയ വിലയോ കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് കുറേ ആൾക്കാർ നമുക്കിങ്ങനെ മെസ്സേജ് അയക്കും, ചേച്ചി എനിക്കൊന്നും ഡ്രസ്സൊന്നും ഇടാനില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ എന്തു പറയാൻ, ഞാൻ പറയാം. എന്തുവാ പിന്നെ 2-3 പേര് നെഗറ്റീവ് ഇട്ടേക്കുന്ന ഇത് വലിയ കാര്യമാണോ? പിന്നെ എന്തുവാ ഇട്ട ഡ്രസ്സിന് ഞങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചോ മക്കളെ. എന്റെ എത്രയോ നല്ല കുഞ്ഞുങ്ങൾ, എത്രയോ പേര് ചേച്ചി ഒരു ഡ്രസ്സ് തരുമോ പറഞ്ഞുകൊണ്ട് ചോദിക്കും. ഞങ്ങൾ ഡ്രസ്സ് ചോദിച്ചു വാങ്ങിച്ചിട്ട് ഇട്ടിട്ടുള്ളവരാണ്. ഞാൻ എന്റെ തുടക്ക സമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നും വെച്ചിട്ടില്ലാത്ത വ്ളോഗ്സ് ആണ് നമ്മൾ എപ്പോഴും ഇടുന്നത്. എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വീട് റെന്റിനുള്ള വീടാണെന്നൊക്കെ പറയുന്നത്, നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലേ? അങ്ങനെ ഒരിക്കലും അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു തലയിൽ വെച്ച് നടക്കുന്ന ഒരാളല്ല. നമുക്ക് ഉള്ളതുപോലെ കാണിക്കുക, ഇല്ലാത്തതുപോലെ എന്താ പറയാ. എനിക്ക് ഒന്നും വെച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം നമ്മൾ റെന്റഡ് തന്നെയാണ്, നമ്മൾ കുറെ വർഷങ്ങൾ റെന്റഡ് ഹൗസ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇല്ലായ്മയെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അത് വിശദമായിട്ട് ഞാൻ പറയാം. അവള് പറയുന്നതിനേക്കാളും ഞാൻ പറയാണ്. ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചു, ചേച്ചി ഇട്ട ഡ്രസ്സ്, ഒരുപാട് കുഞ്ഞുങ്ങള് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതുവരെ ഒരുപാട് ഇല്ലായ്മയെന്നാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഞങ്ങൾക്ക് വാടക വീടാണെന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് ചെറുതാണെന്ന് പറയുന്നതിനോ ഒന്നും ഒരു നാണക്കേടും ഇല്ല. നമ്മൾ അതിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. അല്ലെ ഞങ്ങൾക്ക് ഇത് സ്വന്തം വീടാണെന്ന് പറയാനൊന്നും അവന്റെ ആവശ്യമില്ല. നമുക്കുണ്ടെങ്കിൽ ഉണ്ടെന്ന് മാത്രം പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ. എന്റെ വെയിറ്റ് ചെയ്യും. ഈ ഇവിടെ ഡ്രസ്സ് അത് ഒരുപാട് കുട്ടികൾ, ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ 1-2 പേര് നെഗറ്റീവ് ഉണ്ട്. അത് ആരാണോ എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അത് പറയില്ല, അത് പറയണം. നീ നിൽക്കും അത് പറയാണ്. പിന്നെ ഈ അവൾ ഇട്ട ഡ്രസ്സ് കൊടുക്കുന്നത് വലിയ കാര്യമെന്നൊക്കെ ചോദിച്ച കമന്റ് കിടക്കുന്നുണ്ട്. ആ ഇട്ടവരോട് പറയാണ്, എന്റെ മോൾ ഇട്ട ഡ്രസ്സല്ല കൊടുക്കുന്നത്. അവര് ഇട്ട ഡ്രസ്സ് എന്താ, അവര് കൊളാബിന് കിട്ടിയ ഡ്രസ്സ് അവൾ ഒന്ന് ഇട്ട് ഫോട്ടോഷൂട്ട് എടുക്കണമല്ലോ, അത് ഇട്ടിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്, അല്ലാതല്ല. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ അതിൽ കൊടുക്കണമായിരുന്നു. ആൻഡ് ഇതില്ലാത്തവർക്ക് കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ഓർഫനേജിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ കൊടുത്ത ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഓർഫനേജ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ കുറേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരുപാട് കൊടുക്കാനും ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് തരുമോ, ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മറുപടി നമുക്ക് കൊടുക്കാനുള്ളവർക്ക് നമ്മൾ എന്തായാലും കൊടുക്കും. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കത്തുള്ളൂ. നമുക്ക് കമന്റ്സിൽ എത്ര കൂടുതൽ ലൈക്ക് കിട്ടുന്നു അവർക്ക് മാത്രമേ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ഡ്രസ്സ് കൊടുക്കത്തുള്ളൂ. അതും ഞാൻ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ കൊടുക്കത്തില്ല. ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് ഇടാം, അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം ഞാൻ എൻ്റെ സീരിയൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു ഡ്രസ്സ് പോലും ഇല്ല, നല്ലൊന്നും ഇല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് ബിന്ദുജ അതേപോലെ തന്നെ പ്രതീക്ഷയൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് തരാത്ത ഇപ്പോഴത്തെ വലിയ വലിയ സെലിബ്രിറ്റീസുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഇപ്പം എനിക്ക് ഇഷ്ടം പോലെ തുണികളുണ്ട്. അപ്പം അത് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു ഇതും ഇല്ല. അതിപ്പം എനിക്ക് പുതിയത് വാങ്ങിച്ച് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഫിനാൻഷ്യൽ എനിക്ക് അത്രയും സാമ്പത്തികപരമായി ഞാൻ അത്രയും ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെനിക്ക് ഈ വീഡിയോയിൽ പറയണം എന്നുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ വീട്ടിൽ ബാക്കിയുള്ള അതിൽ നമ്മളെല്ലാം വീടിൻ്റെ പുതിയ ഹോം ടൂർ നമ്മൾ ഇടുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഇതിൽ കാണിക്കാനായിട്ട് കുറേ ഉണ്ട്. ആൻഡ്
മറ്റേ ഗസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ വൈകുന്നേരം ഗസ്റ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മള് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം പുതിയ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയും ഉള്ളൂ. എല്ലാം നമ്മളാണ് എല്ലാം ഫിറ്റ് ചെയ്ത് TV-യുടെ പൊസിഷനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ കുറേ ചേഞ്ചസ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ നമ്മുടെ ഹോം ടൂറിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ആൻഡ് നമ്മുടെ ഈ മറ്റേ വിന്നേഴ്സിന്റെ വീഡിയോ നമ്മളൊരു 2 ദിവസത്തിനകത്ത്, അത് മീൻസ് 2 വീഡിയോ വരുന്ന 1-2 വീഡിയോയിൽ അധികം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം പട്ടിന്റെ എന്തിനാ വന്നപ്പോ നീ മതിലും ചാടുന്ന എനിക്കറിയാം. നിന്റെയൊക്കെ കീറൽ അങ്ങനെ റോഡിന്ന് കേക്കാലോ. ഇല്ല നിന്റെതാ, നിന്റെ ശബ്ദം ഇവളുടെ അല്ല. മാറ് പട്ടി അങ്ങോട്ട്, അങ്ങനെ തരണം. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഹോം, നൈസ് ടു മീറ്റ് യു. ചന്ദനത്തിരിയോ? നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം, അതേതായാലും അധികം ആർക്കും കാണില്ല. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഞങ്ങളിന്ന് ലുലുവിൽ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഫുൾ ഡെക്കറേറ്റ് ചെയ്തേക്കാണ്. അവിടെ നല്ല ഭംഗിയുണ്ട്. ലൈറ്റ്സും സ്റ്റാർസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു. ആൻഡ് അകത്തും അത്യാവശ്യം അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വലിയൊരു സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാമേ. ഒന്നു രണ്ടെണ്ണം കൊള്ളാം. ക്രിസ്മസിന് ഉണ്ണിക്ക് ഗിഫ്റ്റായിട്ട് കാറ് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ കയറിയതാണേ. എനിക്കൊരു സാധനം വാങ്ങിക്കാതെ ഇവിടെ വന്നിട്ട് നീ കാർ വാങ്ങിക്കും. കാറ് വേണം പോലും. കാറല്ല. എല്ലാവർക്കും എന്നെ മതി. Sir, you are looking so handsome. പാരങ്ങളിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എനിക്ക് പാരങ്ങളിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി കൊഞ്ചും മാങ്ങയിട്ട കറിയും അതേപോലെ തന്നെ മാങ്ങ ഇട്ട മീൻ കറിയും. ആൻഡ് എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അവിടുത്തത്. പിന്നെന്താ, നോർമലി ഉണ്ണി അങ്ങനെ ആരുടെ അധികം കമ്പനി ആകാറില്ല, പ്രത്യേകിച്ച് പെമ്പിള്ളാരെടുത്ത്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ജോഷിയുടെ അടുത്തൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. ജോഷിൻ്റെ അടുത്താണെങ്കിലും ജേവിതിൻ്റെ അടുത്തും അങ്ങനെ അധികം സംസാരിക്കാറില്ല. ഇപ്പം റബേക്ക വന്നാൽ പോലും സംസാരിക്കാറില്ല. ഇത് കണ്ട, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ആ താഴെ വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെ ബില്ലൊക്കെ ഉണ്ണി തന്നെയാണ് പോയി പേ ചെയ്യാനൊക്കെ നിന്നത്. യൂഷ്വലി അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ഹാൻഡ് ബാഗ് ഇട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും. നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ. ഷോപ്പിംഗ് കഴിഞ്ഞു ഒരു 11 മണിയൊക്കെ ആയി. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ദിവസം ഷൂട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഞങ്ങളെ ഇറങ്ങാൻ നോക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസം ഒരു ചോക്ലേറ്റ് തിന്നാൻ പിന്നെയും കുറച്ച് ആഗ്രഹമായിരുന്നു. ഞാൻ ചോക്ലേറ്റ് എടുത്ത് അവർ സിപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ, സീ യു.